ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോ സീസൺ 6 മലയാളം അതിൻ്റെ മാർച്ച് 10 ആരംഭിക്കുകയാണ്. നമുക്കൊരു പ്രേമം അവസാനമായി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 4 ബെഡ്റൂമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിശദീകരിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആ 4 ബെഡ്റൂം, 4 ബെഡ്റൂമിൽ ആരൊക്കെയാണ് വരാനുള്ളത്, അതിൻ്റെ ക്യാപ്റ്റന് വേണ്ടിയുള്ള പ്രത്യേക റൂം ഉണ്ടാവും. റൂമിനകത്തൊരു സംവിധാനം ക്യാപ്റ്റന് വേണ്ടി പ്രത്യേകം ഉണ്ടാകും. 4 ബെഡ്റൂം 4 ടീമുകൾക്ക് വേണ്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്. കാരണം ബിഗ് ബോസിൽ 25 പേര് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റൂമറുകൾ നടക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ വിവരത്തിൽ 18 ആളുകളാണ്. 18 പ്ലസ് വൈൽഡ് കാർഡാണ്. വൈൽഡ് കാർഡ് ഇത്രയും അധികം ആളുകൾ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അത് 25 എന്ന് പറയുമ്പോൾ 7 വൈൽഡ് കാർഡുകളോളം വരും. ചിലപ്പോൾ അത് കൂട്ടുമെന്ന് അറിയില്ല. നമുക്ക് ഒടുവിൽ വിവരം കിട്ടുമ്പോഴും 18 പ്ലസ് വൈൽഡ് കാർഡ് എന്നൊരു അപ്ഡേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ കൂട്ടുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 ദിവസങ്ങളുടെ കാര്യത്തിലും കുറച്ചുകൂടി കൂടുതലുണ്ട് എന്ന് പറയുന്നത്. ഏതാണ്ട് അവർ 110-115 ദിവസത്തോളമാണ് ബിഗ് ബോസ് സീസൺ 6 പ്ലാൻ ചെയ്യുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷെ ഇപ്പൊ ആദ്യം തന്നെ 2 പ്രൊമോ വലിയ ഹിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ ബിഗ് ബോസ് സീസൺ 6 റേറ്റിംഗിൽ കാര്യമായ തടസ്സം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ വ്യൂവിൽ കുറവ് രേഖപ്പെടുത്തുകയോ ചെയ്താൽ അവർ ഷോർട്ട് ചെയ്ത് കുറയ്ക്കാനുള്ള സാധ്യതയും അവർ മുന്നിൽ കാണുന്നു എന്ന് നമുക്കൊരു വിവരം, ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ബിഗ് ബോസ് 120 ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് വലിയൊരു ഷോ ആയിട്ട് തന്നെയാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള ഷോ ആയിട്ട് തന്നെയാണ് സീസൺ 6 മലയാളത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് അവർ കണ്ടസ്റ്റൻസിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നത്. കുറേ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഔട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പലരെയും ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ആളുകളെ അവർ ഓഡീഷൻ ചെയ്യുന്നു, പുതിയ ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നു. ആരെയും ഇതുവരെ നിലവിൽ കൺഫേം പോലും ആക്കിയിട്ടില്ല. ഒരാളെ പോലും കൺഫേം ആക്കിയിട്ടില്ല എന്നാണ് ഒടുവിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ കോമണേഴ്സിന് വേണ്ടി ആളുകളെ സെലക്ട് ചെയ്യുന്നത് 3-ാം ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 3-ാം ഘട്ടത്തിലെ കോളുകൾ പലർക്കും ലഭ്യമായി എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. നമ്മുടെ ഫ്രണ്ട്സ് 1-2 പേര് 1-ാമത്തെ ഓഡീഷനും 2-ാമത്തെ ഓഡീഷനും സെലക്ട് ചെയ്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഇതുവരെ 3-ാമത്തെ കോള് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇതൊരു 3-ാം കോള് വന്നിട്ടില്ല. പക്ഷെ 3-ാമത്തെ കോള് വന്നു എന്ന് പലരും അവകാശപ്പെടുന്നുമുണ്ട്. അപ്പൊ അതിന്റെ നിജസ്ഥിതി നമുക്കറിയില്ല. അതുപോലെ തന്നെ വൈറ്റ് കാർഡ് സെലക്ഷന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഡീഷൻ, നിങ്ങളെ വൈറ്റ് കാർഡായിട്ടായിരിക്കും നമ്മൾ എൻട്രി ചെയ്യിക്കുന്നത്. ചിലപ്പോൾ ആദ്യം എൻട്രി ചെയ്യിച്ചേക്കാം. അങ്ങനെയുള്ള സെലക്ഷനും നിലവിൽ നടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വളരെ പ്രത്യേകതകളായിട്ടാണ് അവർ പോകുന്നത്. ഈ 4 റൂമിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 4 റൂമിൽ സ്പെഷ്യൽ ക്യാമറ ഫോർമാറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ നമുക്ക് ക്യാമറ മാറ്റി കാണാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ റിലയൻസ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാറിന്, ഡിസ്നിയുടെ ഓഹരികൾ ഭൂരിഭാഗം 51% ഓഹരി ഈ റിലയൻസ് മേടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ജിയോയും ഡിസ്നിയും തമ്മിൽ ലയിക്കുകയാണ്. അപ്പോൾ ഡിസ്നിക്ക് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിന് കുറച്ചുകൂടി അപ്ഡേഷൻ വരാനുണ്ട്. അപ്പോൾ അത് ആ രീതിയിലൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വരും. ഇപ്പോൾ ഇനിയിപ്പോൾ റിലയൻസിന്റെ ഒരു നിയന്ത്രണത്തിലായിരിക്കും ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള ഷോ ടെലികാസ്റ്റിംഗ് നടക്കാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാവുന്നു. അവർ നിലവിൽ ഏഷ്യാനെറ്റിന്റെ ക്രൂസിനെ ഒന്നും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് മാനേജ്മെന്റിൽ മാത്രമാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 പ്രേക്ഷകർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുമെന്ന് പറയപ്പെടുന്നു. അതായത് നമ്മൾ ഹിന്ദി അവസാന OTT സീസണിൽ കണ്ട പോലെ പ്രേക്ഷകരെ തീരുമാനിക്കുകയാണ്. ഏറ്റവും നമുക്ക് ആരാണ് ജയിലിൽ പോകുന്നത് എന്നുള്ള വോട്ട് നമുക്ക് ചെയ്യാം, ആരെയാണ് കിച്ചൻ ഡ്യൂട്ടിക്ക് ഇടേണ്ടത് എന്നുള്ള വോട്ട് നമുക്ക് ചെയ്യാം, ആർക്കാണ് പനിഷ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ള വോട്ട് നമുക്ക് ചെയ്യാം, ആരെങ്കിലും റൂം മാറ്റണമെങ്കിൽ നമുക്ക് ചെയ്യാം, കിച്ചൻ ഡ്യൂട്ടി മാറ്റണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത്തരം കൂടുതൽ അവകാശങ്ങൾ പ്രേക്ഷകന് തരുന്ന ഒരു സീസണായി മാറാനുള്ള സാധ്യതയും നിലവിൽ ബിഗ് ബോസ് സീസൺ 6 ഉണ്ട് എന്നുള്ള റൂമറുകൾ വരുന്നുണ്ട്. നിലവിൽ ഇതൊന്നും തീരുമാനമായിട്ടില്ല. ആകെ ഇതുവരെ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുന്നത് 4 ബെഡ്റൂമുകൾ ഉണ്ടാവും. 4 ബെഡ്റൂമിൽ 4 ടീമുകളായിരിക്കും കിടക്കുക എന്നുള്ളതാണ്. ഇതുവരെ 18 മത്സരാർത്ഥികളെന്നായിരുന്നു നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്. 25 ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് റൂമറാണ്, നിലവിലൊന്നും കൺഫേം ആക്കാൻ സാധിച്ചിട്ടില്ല. പല മത്സരാർത്ഥികളെയും കൺഫേം ലിസ്റ്റിലേക്ക് വന്ന ഇപ്പോൾ ശാലു പിയാട്ടിനെ പോലും അവർ പെൻഡിങ്ങിലേക്ക് മാറ്റി അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിലുള്ള അപ്ഡേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
പഴയ മത്സരാർത്ഥികൾ പണ്ട് നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിലും അല്ലാതെ കൺഫേം ലിസ്റ്റിലും ഒക്കെ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റുകളിലെ പല ആളുകളെയും മാറ്റി എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഭയങ്കര സീക്രട്ട് ആയിട്ട് മത്സരാർത്ഥികളെ അവതരിപ്പിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ലീക്കായി പോകുന്ന മത്സരാർത്ഥികളെയൊക്കെ മാറ്റി അല്ലെങ്കിൽ അവരെ വൈൽഡ് കാർഡായിട്ട് യൂസ് ചെയ്യാനുമാണ് നിലവിൽ അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള പേരുകാരായിരിക്കില്ല വരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ കൂടുതലും നമ്മൾ കണ്ട് മറന്ന് പരിചയമുള്ള ആളുകൾ, സീരിയൽ ആർട്ടിസ്റ്റുകൾ, സിനിമാ മേഖലയിൽ നിന്ന് ഇപ്പോൾ അധികം ശോഭിക്കാതെ നിൽക്കുന്ന ആളുകൾ, കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകളുടെ അവതാരകരൊക്കെ ആയിരിക്കും ഈ സീസണിൽ കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നു. കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന നമ്മളെ യൂത്തിനെ തന്നെയാണ്. കുറച്ച് പ്രായമുള്ള അല്ലെങ്കിൽ 40+ ഏജുള്ള അല്ലെങ്കിൽ 50+ ഏജുള്ള 1-2 ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി അതുപോലെ തന്നെ 30 അല്ലെങ്കിൽ 25 to 35 ആ ഒരു ഏജിലെ ആളുകളെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നും നമുക്കറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ആളുകൾക്കും ഈ ഒരു ഏജ് ഡിഫറൻസിനുള്ളിൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു മെയില് ഫീമെയില് എന്തായാലും ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ തരുന്നതായിരിക്കും. എന്തായാലും 4 ബെഡ്റൂം അതുപോലെ തന്നെ ക്യാമറ ചേഞ്ചിങ് ഓപ്ഷൻ പ്രേക്ഷകർക്ക് കൂടുതലുള്ള അവകാശങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമർ വരുന്നുണ്ട്. ഇതിന്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.